നമസ്കാരം. സ്രോതസ്സുകളിലൂടെയുള്ള വളരെ ആഴത്തിലുള്ള മറ്റൊരു യാത്രയിലേക്ക് അതായത് ഈ വിശദമായ ചർച്ചയിലേക്ക് നിങ്ങൾക്ക് അതിയായ സന്തോഷത്തോടെ സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പത്രങ്ങളിലും ബിസിനസ് വാർത്തകളിലുമൊക്കെ എപ്പോഴും കാണുന്ന, എന്നാൽ പലർക്കും പൂർണ്ണമായി മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. അതെ, ശരിക്കു പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ തീരുമാനങ്ങളെ വലിയ രീതിയിൽ മാറ്റാൻ പോകുന്നൊരു വിഷയമാണിത്. തീർച്ചയായും. ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയ്ക്കുള്ള പ്രധാന സ്രോതസ്സുകൾ വരുന്നത് വളരെ ജനപ്രിയമായ ഓൾ ഫോർ ഗുഡ് എന്ന ഫ്രീ സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സിൽ നിന്നാണ്. അവരുടെ ക്ലാസ് 15ന്റെ വീഡിയോ സ്ക്രിപ്റ്റും അതുമായി ബന്ധപ്പെട്ട ബ്ലോഗ് പോസ്റ്റുമാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. കറക്റ്റ്. വളരെ ലളിതമായിട്ടാണ് അതിൽ കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഈ പത്രങ്ങളിൽ വലിയ അക്ഷരത്തിൽ കാണാറില്ലേ, TCS 17,000 കോടി രൂപയുടെ ഷെയർ ബൈബാക്ക് പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ വിപ്രോ ഷെയറുകൾ തിരികെ വാങ്ങുന്നു എന്നൊക്കെ. യഥാർത്ഥത്തിൽ എന്താണ് ഈ ഷെയർ ബൈബാക്ക്? അതെ, ജനങ്ങൾക്ക് വിറ്റ ഷെയറുകൾ കമ്പനികൾ എന്തിനാണ് വീണ്ടും കാശ് കൊടുത്തു വാങ്ങുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഏറ്റവും പ്രധാനമായി, ഒരു സാധാരണ നിക്ഷേപകൻ എന്ന നിലയിൽ നിങ്ങൾക്കിതുകൊണ്ട് എന്താണ് ഗുണം? ശരി, നമുക്കിതൊന്ന് വിശദമായി തന്നെ അഴിച്ചുപണിയാം. എന്താണ് ഈ ബൈബാക്ക് എന്നതിന്റെ ഏറ്റവും ലളിതമായ അർത്ഥമെന്ന് നോക്കാം. ആ വാക്കിൽ തന്നെയുണ്ട് അതിന്റെ അർത്ഥം. ബൈ പിന്നെ ബാക്ക്, അതായത് പണം കൊടുത്ത് തിരികെ വാങ്ങുക. അതെ. ഒരു കമ്പനി അവരുടെ സ്വന്തം ഷെയറുകൾ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും, അതായത് നിങ്ങളെപ്പോലെയുള്ള നിലവിലെ നിക്ഷേപകരിൽ നിന്നും തിരികെ വാങ്ങുന്ന ആ പ്രക്രിയയ്ക്കാണ് ബൈബാക്ക് എന്ന് പറയുന്നത്. കൃത്യമായി പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും തോന്നും, ഇതൊരു വലിയ കോർപ്പറേറ്റ് പരിപാടിയല്ലേ, സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടല്ലേ എന്ന്. പക്ഷേ ഓൾ ഫോർ ഗുഡ് ക്ലാസ്സിൽ വളരെ രസകരമായൊരു ഉദാഹരണം പറയുന്നുണ്ട്. അതൊന്ന് നോക്കിയാൽ വിഷയം വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ബേക്കറിയുടെ ഉദാഹരണമല്ലേ? അതെ. നിങ്ങളും നിങ്ങളുടെ മറ്റ് 4 സുഹൃത്തുക്കളും ചേർന്ന് ഒരു ബേക്കറി തുടങ്ങുന്നുവെന്ന് സങ്കല്പിക്കുക. 5 പേരും 1 ലക്ഷം രൂപ വീതം മുടക്കുന്നു. അപ്പോൾ അവിടെ ആകെ മൂലധനം 5 ലക്ഷം രൂപയായി. എല്ലാവർക്കും ബിസിനസ്സിൽ തുല്യമായ പങ്കാളിത്തം, അതായത് 20% വീതം ഷെയറുകളുണ്ട്. കറക്റ്റ്. കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞെന്ന് കരുതുക. നിങ്ങളുടെ ബേക്കറി വളരെ വലിയ വിജയമായി മാറി. എല്ലാവർക്കും നല്ല ലാഭം കിട്ടിത്തുടങ്ങി. ഇപ്പോൾ ബേക്കറിയുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു 2 ലക്ഷം രൂപ അധികമായി കിടപ്പുണ്ട്. ബിസിനസ്സിൽ നിന്ന് കിട്ടിയ ലാഭം. അതെ, ലാഭം തന്നെ. അപ്പോഴാണ് ആ 5 സുഹൃത്തുക്കളിൽ ഒരാൾക്ക് പെട്ടെന്ന് പണത്തിന് വലിയൊരു അത്യാവശ്യം വരുന്നത്. അയാൾക്ക് വിഹിതം വിറ്റ് ബിസിനസ്സിനൊന്ന് മാറണം. ഈ സാഹചര്യത്തിൽ ബാക്കിയുള്ള 4 പേരും കൂടി ഒരു വലിയ തീരുമാനമെടുക്കുന്നു. പുറത്തുനിന്ന് പുതിയ ഒരാളെ കൊണ്ടുവരുന്നതിന് പകരം. അതെ, പുതിയൊരാൾക്ക് പകരം അവർ പറയുന്നു, നമ്മുടെ ബേക്കറിയുടെ അക്കൗണ്ടിൽ തന്നെ ഇപ്പോൾ അധികം പണമുണ്ടല്ലോ, ആ പണമെടുത്ത് അവന്റെ പങ്കാളിത്തം, അതായത് അവന്റെ ഷെയറുകൾ ബേക്കറിക്ക് തന്നെ തിരികെ വാങ്ങാമെന്ന്. എക്സാക്ട്ലി. അങ്ങനെ ബേക്കറിയുടെ ഫണ്ടിൽ നിന്നും പണമെടുത്ത് ആ സുഹൃത്തിന്റെ ഷെയറുകൾ തിരികെ വാങ്ങി ക്യാൻസൽ ചെയ്യുന്നു. ഇതിലെ ഏറ്റവും രസകരമായ കാര്യമെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ആ ബിസിനസ്സിലെ പങ്കാളികളുടെ എണ്ണം 5ൽ നിന്ന് 4ആയി കുറഞ്ഞു എന്നതാണ്. അവിടെയാണ് ഈ തന്ത്രത്തിന്റെ ഏറ്റവും വലിയ വിജയമിരിക്കുന്നത്. ഇനി ലാഭം വീതിക്കേണ്ട ആളുകളുടെ എണ്ണം കുറയുമ്പോൾ അവിടെ തുടരുന്ന ബാക്കിയുള്ള ഓരോരുത്തർക്കും കിട്ടുന്ന ലാഭവിഹിതം സ്വാഭാവികമായും വർദ്ധിക്കും. ശരിയാണല്ലോ. ആ ബാക്കിയുള്ള 2 ലക്ഷം ഇപ്പോൾ 4 പേർക്കെടുത്താൽ മതിയല്ലോ. കൃത്യമായി. ഇതേ പ്രക്രിയ തന്നെയാണ് വലിയ കോർപ്പറേറ്റ് കമ്പനികളും ഷെയർ മാർക്കറ്റിൽ ചെയ്യുന്നത്. തങ്ങളുടെ അക്കൗണ്ടിലുള്ള അധിക പണം ഉപയോഗിച്ച് അവർ നിക്ഷേപകരിൽ നിന്ന് ഷെയറുകൾ തിരികെ വാങ്ങുമ്പോൾ ബാക്കിയുള്ള നിക്ഷേപകർക്ക് ലഭിക്കുന്ന മൂല്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ആ ബേക്കറി ഉദാഹരണം ഇതിനെ വളരെ സിമ്പിളാക്കുന്നുണ്ട്. പക്ഷെ ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും എന്റെ മനസ്സിൽ വരുന്നൊരു ചോദ്യമുണ്ട്. അതായത്, ഒരു കമ്പനി ആദ്യമായി IPO വഴി പണം സമാഹരിക്കുന്നത് ബിസിനസ് വളർത്താനാണല്ലോ. അതെ, പുതിയ പ്രോജക്റ്റുകൾ തുടങ്ങാൻ. പിന്നെ എന്തിനാണ് ഈ കമ്പനികൾ ആ പണം തിരികെ കൊടുത്ത് സ്വന്തം ഷെയറുകൾ തന്നെ വാങ്ങുന്നത്? ഇത് കേൾക്കുമ്പോൾ ചെറിയൊരു വൈരുദ്ധ്യം തോന്നുന്നില്ലേ? അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതിനു പിന്നിൽ കമ്പനികൾക്ക് കൃത്യമായ ചില സാമ്പത്തിക തന്ത്രങ്ങളുണ്ട്. സ്രോതസ്സുകൾ ഇത് വളരെ വ്യക്തമായി തന്നെ വിശദീകരിക്കുന്നുണ്ട്. പ്രധാനമായും 5 സാഹചര്യങ്ങളിലാണ് ഒരു കമ്പനി ബൈബാക്ക് നടത്താൻ തീരുമാനിക്കുന്നത്. ഓക്കെ. ആ 5 കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തെ കാര്യം നമ്മൾ ആ ബേക്കറിയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ്.
അതായത് അധിക പണം അഥവാ എക്സസ് ക്യാഷ്. ഒരു കമ്പനി വർഷങ്ങളായി മികച്ച രീതിയിൽ പ്രവർത്തിച്ച് വലിയ ലാഭമുണ്ടാക്കുമ്പോൾ അവരുടെ കൈവശം വലിയൊരു തുക റിസർവായി വരും. എന്നാൽ ബിസിനസ് കൂടുതൽ വികസിപ്പിക്കാനോ പുതിയ പ്രോജക്റ്റുകൾ തുടങ്ങാനോ അവർക്കിപ്പോൾ പ്ലാനുകളില്ല എന്ന് കരുതുക. ഈ വലിയ തുക വെറുതെ ബാങ്കിലിട്ടാൽ ചെറിയൊരു പലിശ മാത്രമേ കിട്ടൂ. അതൊട്ടും ലാഭകരമല്ല. പോരാത്തതിന് പണപ്പെരുപ്പം കൂടി കണക്കിലെടുക്കുമ്പോൾ ബാങ്കിലിടുന്ന പണത്തിന് ശരിക്കും മൂല്യം കുറയുകയാണല്ലോ ചെയ്യുന്നത്. കൃത്യമായി പറഞ്ഞു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ പണം ബാങ്കിലിട്ട് കുറഞ്ഞ പലിശ നേടുന്നതിനേക്കാളും നല്ലത് തങ്ങളെ വിശ്വസിച്ച് പണം മുടക്കിയ നിക്ഷേപകർക്ക് തന്നെ തിരികെ നൽകുന്നതാണ് എന്ന് കമ്പനി തീരുമാനിക്കുന്നു. അങ്ങനെ അവർ ബൈബാക്ക് പ്രഖ്യാപിക്കും. അപ്പോൾ കയ്യിൽ വെറുതെ കിടക്കുന്ന പണം ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള ഒരു വഴിയാണിത്. ശരി, ഇനി രണ്ടാമത്തെ കാര്യം നോക്കാം. ബ്ലോഗ് പോസ്റ്റിൽ പറയുന്ന മറ്റൊരു കാര്യം മൂല്യക്കുറവ് അഥവാ അണ്ടർ വാല്യുവേഷനാണ്. മാർക്കറ്റ് കമ്പനിയെ തെറ്റായി വിലയിരുത്തുമ്പോഴും ബൈബാക്ക് നടക്കാറുണ്ടല്ലോ. അതെ, അതായത് സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴും കൃത്യമായ യുക്തിയിലല്ല പ്രവർത്തിക്കുന്നത്. ചിലപ്പോൾ വളരെ മികച്ച ഫണ്ടമെന്റൽസ് ഉള്ള കമ്പനികളുടെ ഷെയർ വില പോലും മാർക്കറ്റിലെ തകർച്ച കാരണമോ വെറും പാനിക് കാരണമോ വലിയ രീതിയിൽ താഴേക്ക് പോയേക്കാം. യഥാർത്ഥ മൂല്യം അവിടെ കാണിക്കില്ല ആണെന്ന്. അതെ, അവർക്കറിയാം. അപ്പോൾ അവർ ഉടനെ മാർക്കറ്റിൽ വന്ന് പ്രഖ്യാപിക്കും, ഞങ്ങളുടെ ഷെയറിന് ഇതിനേക്കാൾ വലിയ മൂല്യമുണ്ട്, അതിനാൽ ഞങ്ങൾ ഈ ഷെയറുകൾ 800 രൂപ നിരക്കിൽ നിക്ഷേപകരിൽ നിന്ന് തിരികെ വാങ്ങാൻ തയ്യാറാണ് എന്ന്. അത് മാർക്കറ്റിന് നൽകുന്ന വളരെ വലിയൊരു സിഗ്നലാണല്ലോ. മാനേജ്മെന്റിന് സ്വന്തം ബിസിനസ്സിൽ അത്രത്തോളം വിശ്വാസമുള്ളതുകൊണ്ടാണല്ലോ ഉയർന്ന വില കൊടുത്തുപോലും തിരികെ വാങ്ങുന്നത്. തീർച്ചയായും. ഇത് കാണുമ്പോൾ നിക്ഷേപകർക്ക് ആ കമ്പനിയിലുള്ള ആത്മവിശ്വാസം വലിയ രീതിയിൽ വർദ്ധിക്കും. നമ്മൾ വിചാരിച്ചതിനേക്കാൾ മൂല്യം ഇതിനുണ്ടെന്നവർ തിരിച്ചറിയും. വളരെ ശരിയാണ്. ഇതൊരു മികച്ച പ്രതിരോധ തന്ത്രം കൂടിയാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ കാരണത്തിലേക്ക് കടക്കാം. ഒരുപക്ഷേ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തന്ത്രപ്രധാനമായ നീക്കം ഇതായിരിക്കും. അതായത് EPS അഥവാ ഏർണിംഗ്സ് പെർ ഷെയർ വർദ്ധിപ്പിക്കുകയെന്നത്. ഇവിടെയാണ് ഈ വിഷയം ശരിക്കും രസകരമാകുന്നത്. ഇതൊരു ഗംഭീര ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. ഈ ഭാഗം ഞാൻ തന്നെ വിശദീകരിക്കാം. കാരണം ഇതിലെ കണക്കുകൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഒരു കമ്പനിയുടെ ഷെയർ വില തീരുമാനിക്കുന്നതിൽ EPSന് വലിയ പങ്കുണ്ടല്ലോ. വീഡിയോ ക്ലാസ്സിൽ നൽകിയിട്ടുള്ള ABC കമ്പനിയുടെ ഉദാഹരണം തന്നെ നമുക്കെടുക്കാം. അതെ, അത് വളരെ വ്യക്തമായ ഉദാഹരണമാണ്. ABC എന്ന കമ്പനിക്ക് ആകെ 1,00,000 ഷെയറുകൾ ജനങ്ങളുടെ കയ്യിലുണ്ടെന്ന് കരുതുക. ഈ വർഷം കമ്പനിയുടെ ആകെ ലാഭം 10 ലക്ഷം രൂപയാണ്. അപ്പോൾ നമ്മൾ EPS കണക്കാക്കുമ്പോൾ 10 ലക്ഷം രൂപയെ 1,00,000 ഷെയറുകൾ കൊണ്ട് ഹരിക്കണം. അതായത് ഒരു ഷെയറിന് 10 രൂപ ലാഭം. നിലവിലെ EPS 10 ആണ്. കറക്റ്റ്. ഇനി കമ്പനി അവരുടെ പക്കലുള്ള പണം ഉപയോഗിച്ച് 20,000 ഷെയറുകൾ മാർക്കറ്റിൽ നിന്നും ബൈബാക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്തു എന്ന് കരുതുക. ഇപ്പോൾ മാർക്കറ്റിലുള്ള ആകെ ഷെയറുകൾ എത്രയാണ്? 1,00,000-ൽ നിന്നും 20,000 പോയാൽ ബാക്കി 80,000 ഷെയറുകൾ മാത്രം, അല്ലേ? അതെ, ഷെയറുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരുന്നത്. അടുത്ത വർഷവും ഈ കമ്പനിക്ക് ബിസിനസ്സിൽ യാതൊരു പുതിയ വളർച്ചയും ഉണ്ടായില്ല എന്ന് കരുതുക. അവർ പഴയ അതേ 10 ലക്ഷം രൂപ തന്നെയാണ് ലാഭമുണ്ടാക്കിയത്. എങ്കിൽ പുതിയ EPS എത്രയായിരിക്കും? ഇത്തവണ ലാഭമായ 10 ലക്ഷം രൂപ ഹരിക്കേണ്ടത് വെറും 80,000 ഷെയറുകൾ കൊണ്ടാണല്ലോ. അപ്പോൾ EPS 12.5 രൂപയായി ഉയരും. നോക്കൂ, കമ്പനിയുടെ യഥാർത്ഥ ലാഭം 1 രൂപ പോലും വർദ്ധിച്ചില്ലെങ്കിലും മാർക്കറ്റിലെ ഷെയറുകളുടെ എണ്ണം കുറഞ്ഞപ്പോൾ ഓരോ ഷെയറിനും കിട്ടുന്ന ലാഭം 10-ൽ നിന്നും 12.5 രൂപയായി ഉയർന്നു. അതെ, ഷെയർ മാർക്കറ്റിൽ EPS ഉയരുമ്പോൾ സ്വാഭാവികമായും നിക്ഷേപകർ അതിലേക്ക് വരികയും ആ ഷെയറിന്റെ മാർക്കറ്റ് വില ഭാവിയിൽ വലിയ തോതിൽ ഉയരുകയും ചെയ്യും. കമ്പനി പുതിയതായി ഒന്നും ചെയ്യാതെ തന്നെ ഷെയറിന്റെ മൂല്യം വർദ്ധിപ്പിച്ചെടുക്കുന്ന കിടിലൻ തന്ത്രമാണിത്. തീർച്ചയായും. ഇനി ഇതിലെ നാലാമത്തെ ഘടകം നികുതിയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ടാക്സ് എഫിഷ്യൻസി. സാധാരണഗതിയിൽ കമ്പനികൾക്ക് ലാഭം നിക്ഷേപകർക്ക് നൽകാനുള്ള മറ്റൊരു വഴിയാണല്ലോ ഡിവിഡൻഡ് കൊടുക്കുക എന്നത്. അതെ, എല്ലാവരും ഡിവിഡൻഡ് ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ അവിടെ വലിയൊരു പ്രശ്നമുണ്ട്. നിക്ഷേപകർക്ക് ഡിവിഡൻഡ് ലഭിക്കുമ്പോൾ ആ തുക അവരുടെ സാധാരണ വരുമാനമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ടുതന്നെ നിക്ഷേപകർ അവരുടെ ഇൻകം ടാക്സ് സ്ലാബ് അനുസരിച്ച് വലിയൊരു തുക നികുതിയായി സർക്കാരിന് നൽകേണ്ടി വരും. ഉയർന്ന ടാക്സ് സ്ലാബിൽ വരുന്നവർക്ക് ഇത് 30% വരെയൊക്കെ ആകാമല്ലേ? അതേ, അതൊരു വലിയ നഷ്ടമാണ്. അവിടെയാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന ആശയം വരുന്നത്.
ബൈബാക്ക് വഴി നിക്ഷേപകർ തങ്ങളുടെ ഷെയറുകൾ തിരികെ വിൽക്കുമ്പോൾ അവിടെ കിട്ടുന്ന ലാഭത്തെ ഇൻകം ടാക്സ് ആയിട്ടല്ല, പകരം ക്യാപിറ്റൽ ഗെയിനായാണ് സർക്കാർ കാണുന്നത്. അപ്പോൾ അതിന് ടാക്സ് കുറവായിരിക്കും. വളരെ കുറവായിരിക്കും. അതുകൊണ്ടുതന്നെ വലിയ നിക്ഷേപകർക്കും സ്ഥാപനങ്ങൾക്കും ഡിവിഡൻഡ് വാങ്ങുന്നതിനേക്കാൾ സാമ്പത്തികമായി ലാഭകരം ബൈബാക്ക് നടത്തുന്നതാണ്. അപ്പോൾ ബൈബാക്ക് എന്നത് നിക്ഷേപകരുടെ പോക്കറ്റിൽ കൂടുതൽ പണം നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ടാക്സ് പ്ലാനിംഗ് കൂടിയാണ്. വളരെ മികച്ച പോയിന്റ്. ഇനി അഞ്ചാമത്തെ കാരണം കൂടി നമുക്ക് നോക്കാം. നിയന്ത്രണം വർദ്ധിപ്പിക്കുക, അഥവാ കൺസോളിഡേറ്റിംഗ് കൺട്രോൾ. അതെ, ബൈബാക്ക് വഴി മാർക്കറ്റിലെ മൊത്തം ഷെയറുകളുടെ എണ്ണം കുറയുമ്പോൾ സ്വാഭാവികമായും കമ്പനിയുടെ പ്രൊമോട്ടർമാരുടെ കൈവശമുള്ള ഷെയറുകളുടെ ശതമാനം വർദ്ധിക്കുമല്ലോ. അതായത് അവരുടെ അധികാരം കൂടുതൽ ശക്തമാകും. കറക്റ്റ്. ഇതൊരു വലിയ ഡിഫെൻസീവ് തന്ത്രമാണ്. അതുകൂടാതെ മറ്റൊരു വലിയ ഭീഷണി കൂടി ഇതിലൂടെ ഒഴിവാക്കാം. മാർക്കറ്റിൽ ഷെയറുകൾ വ്യാപകമായി ലഭ്യമാണെങ്കിൽ ചിലപ്പോൾ മറ്റു വലിയ കമ്പനികളോ കോടീശ്വരന്മാരോ അമിതമായി ഷെയറുകൾ വാങ്ങി ഈ കമ്പനിയെ തങ്ങളുടെ വരുതിയിലാക്കാൻ ശ്രമിച്ചേക്കാം. അതിനെയാണ് നമ്മൾ ഹോസ്റ്റൈൽ ടേക്ക് ഓവർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിലുള്ള ഷെയറുകളുടെ എണ്ണം കുറയ്ക്കുന്നതിലൂടെ ഇത്തരം ഭീഷണികളെ ഒരു പരിധിവരെ തടയാൻ കമ്പനികൾക്ക് സാധിക്കും. അതെ, കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ 5 കാരണങ്ങൾ കണ്ടുകഴിഞ്ഞു. അധിക പണം ഫലപ്രദമായി ഉപയോഗിക്കാൻ, പിന്നെ യഥാർത്ഥ മൂല്യം മാർക്കറ്റിനെ ബോധ്യപ്പെടുത്താൻ, EPS വർദ്ധിപ്പിക്കാൻ, നികുതി ലാഭിക്കാൻ, പിന്നെ പ്രൊമോട്ടർമാരുടെ നിയന്ത്രണം നിലനിർത്താൻ. അതെ, ഇനി ഈ ബൈബാക്ക് പ്രായോഗികമായി എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നോക്കാം. പ്രധാനമായും 2 രീതികളിലൂടെയാണ് കമ്പനികൾ ഇത് ചെയ്യുന്നത്. ഒരു നിക്ഷേപകനെന്ന നിലയിൽ ഈ 2 രീതികളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. അതിൽ ഒന്നാമത്തെ രീതിയാണ് ടെൻഡർ ഓഫർ. ഇതാണ് വാർത്തകളിലൊക്കെ നമ്മളെപ്പോഴും കാണുന്ന രീതി. ഈ രീതിയിൽ കമ്പനി നിക്ഷേപകർക്ക് നേരിട്ട് ഉയർന്ന ഒരു പ്രീമിയം വിലയ്ക്ക് ഓഫർ നൽകുകയാണ് ചെയ്യുന്നത്. അതായത് മാർക്കറ്റിൽ ഇപ്പോൾ 400 രൂപ വിലയുള്ള ഒരു ഷെയർ കമ്പനി നിങ്ങളോട് നേരിട്ട് പറയുന്നു, ഞങ്ങളിത് 550 രൂപയ്ക്ക് തിരികെ വാങ്ങാമെന്ന്. ഇതിനൊരു റെക്കോർഡ് ഡേറ്റ് ഉണ്ടാകുമല്ലോ. ആ തീയതിയിൽ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഷെയറുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിറോദ അല്ലെങ്കിൽ അപ്സ്റ്റോക്സ് പോലെയുള്ള ബ്രോക്കർ ആപ്പുകൾ വഴി വളരെ എളുപ്പത്തിൽ ഇതിനായി അപേക്ഷിക്കാം. പക്ഷേ അവിടെ നമ്മൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ടെൻഡർ ഓഫറിൽ നമ്മൾ അപേക്ഷിക്കുന്ന മുഴുവൻ ഷെയറുകളും കമ്പനി വാങ്ങണമെന്നില്ല. അതെന്തുകൊണ്ടാണ്? ഞാനിപ്പോൾ 100 ഷെയർ വിൽക്കാൻ വെച്ചാൽ അവർ 100 എടുക്കില്ലേ? ഇല്ല, കാരണം മാർക്കറ്റിലുള്ള എല്ലാവരും ഈ ഉയർന്ന വിലയ്ക്ക് ഷെയർ വിൽക്കാൻ തയ്യാറായി വരുമല്ലോ. കമ്പനിക്ക് ഒരു നിശ്ചിത എണ്ണം ഷെയറുകൾ മാത്രമേ വാങ്ങാൻ സാധിക്കൂ. അതിനാൽ കമ്പനി ഒരു അക്സെപ്റ്റൻസ് റേഷ്യോ നിശ്ചയിക്കും. ഓ, അപ്പോൾ 100 ഷെയറുകൾ കൊടുത്താൽ ചിലപ്പോൾ 30 ഷെയറുകൾ മാത്രമായിരിക്കും ആ 550 രൂപയ്ക്ക് വാങ്ങുക. അതെ, ബാക്കി 70 ഷെയറുകൾ അവർ എടുക്കില്ല. അത് തിരികെ സുരക്ഷിതമായി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെ വരും. പിന്നീട് സാധാരണ പോലെ മാർക്കറ്റിൽ വിൽക്കാം. പക്ഷേ ഇതിലൊരു വളരെ പോസിറ്റീവായ വശമുണ്ടെന്ന് ബ്ലോഗ് പോസ്റ്റിൽ പറയുന്നുണ്ട്. നമ്മൾ സാധാരണക്കാരായ റീറ്റെയിൽ നിക്ഷേപകർക്ക്, അതായത് 2 ലക്ഷം രൂപയിൽ താഴെ മാത്രം നിക്ഷേപമുള്ളവർക്ക് സെബിയുടെ നിയമപ്രകാരം ബൈബാക്കിൽ 15% ഷെയറുകൾ പ്രത്യേകം സംവരണം ചെയ്തിട്ടുണ്ട്. അതെ, വലിയ നിക്ഷേപകരുമായി മത്സരിക്കാതെ ചെറിയ നിക്ഷേപകർക്ക് ലാഭം സ്വന്തമാക്കാനുള്ള മികച്ച അവസരമാണിത്. അത് സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമാണ്. ഇനി രണ്ടാമത്തെ രീതി എന്താണെന്ന് നോക്കാം. അതാണ് ഓപ്പൺ മാർക്കറ്റ് റൂട്ട്. ഇവിടെ കമ്പനി നിക്ഷേപകരോട് നേരിട്ട് ഷെയറുകൾ ചോദിക്കില്ല. പകരം നമ്മളൊക്കെ ഷെയർ വാങ്ങുന്നത് പോലെ കമ്പനിയും നേരിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വഴി, അതായത് NSE അല്ലെങ്കിൽ BSE വഴി പതുക്കെ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ഒരു മാക്സിമം വില നിശ്ചയിക്കും. 500 രൂപ വരെയുള്ള വിലയിൽ ഞങ്ങൾ വാങ്ങും എന്ന് പ്രഖ്യാപിക്കും. എന്നിട്ട് മാർക്കറ്റിൽ ആ വിലയെത്തുന്നവരെ പല ദിവസങ്ങളിലായി വാങ്ങിക്കൊണ്ടേയിരിക്കും. ഇതിൽ നമ്മൾ സാധാരണക്കാർക്ക് നേരിട്ട് ഷെയറുകൾ കമ്പനിക്ക് വിൽക്കാൻ കഴിയില്ലല്ലേ? നേരിട്ട് കഴിയില്ല. എങ്കിലും കമ്പനി തന്നെ മാർക്കറ്റിൽ വന്ന് തുടർച്ചയായി ഷെയറുകൾ വാങ്ങുന്നത് കാരണം ആ ഷെയറിന് അവിടെ വലിയൊരു ഡിമാൻഡ് വരും. ഈ ഡിമാൻഡ് കാരണം വില വലിയ രീതിയിൽ താഴേക്ക് പോകാതെ നിൽക്കാനും പലപ്പോഴും മുകളിലേക്ക് ഉയരാനും കാരണമാകും. അപ്പോൾ പരോക്ഷമായി നിലവിലെ നിക്ഷേപകർക്ക് അത് വലിയ ഗുണം തന്നെയാണ്. അപ്പോ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതുകൊണ്ട് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എന്താണ് അർത്ഥമാക്കുന്നത് എന്നൊരു ചോദ്യം വരാം. നിങ്ങളുടെ തന്ത്രം എന്തായിരിക്കണം? ഒരു ബൈബാക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മുന്നിൽ പ്രധാനമായും 2 ഓപ്ഷനുകളാണുള്ളത്. ആദ്യത്തേത് ടെൻഡർ ഓഫർ വഴി ഷെയറുകൾ കൊടുത്ത് പെട്ടെന്ന് ചെറിയൊരു ലാഭമെടുക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ
ലോകത്തിലെ ഏറ്റവും വലിയ നിക്ഷേപകനായ വാറൻ ബഫറ്റിനെ പോലെയുള്ളവർ ചെയ്യുന്നതാണ്. സ്രോതസ്സിൽ ബർക്ക്ഷയർ ഹാത്വേയുടെ കാര്യം കൃത്യമായി പറയുന്നുണ്ട്. അതെ, അദ്ദേഹം എപ്പോഴും സ്വന്തം കമ്പനിയുടെ ഷെയറുകൾ ബൈബാക്ക് ചെയ്യാറുണ്ട്. ഫണ്ടമെന്റൽ സ്ട്രോങ് ആയ കമ്പനിയാണ് ബൈബാക്ക് നടത്തുന്നതെങ്കിൽ തിടുക്കപ്പെട്ട് വിൽക്കേണ്ട കാര്യമില്ല. പകരം ദീർഘകാലത്തേക്ക് ഹോൾഡ് ചെയ്യാം. നമ്മൾ നേരത്തെ ആ EPSന്റെ കാര്യം പറഞ്ഞില്ലേ? മാർക്കറ്റിലെ ഷെയറുകളുടെ എണ്ണം കുറയുമ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഷെയറുകളുടെ മൂല്യവും കമ്പനിയിലുള്ള പങ്കാളിത്തവും നിങ്ങളൊന്നും ചെയ്യാതെ തന്നെ വർദ്ധിക്കും. ദീർഘകാലാടിസ്ഥാനത്തിൽ കമ്പനിയുടെ EPS വർദ്ധിക്കുകയും ഷെയറുകളുടെ വില ഭാവിയിൽ 10 മടങ്ങ് വർദ്ധിക്കുകയും ചെയ്യും. അതാണ് വാറൻ ബഫറ്റിന്റെ തന്ത്രം. അതെ, അതൊരു സുവർണാവസരമാണ്. എന്നാൽ ഇതൊരു വലിയ ക്യാൻവാസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. എല്ലാ ബൈബാക്കുകളും എപ്പോഴും നല്ലതാണോ എന്നതാണോ? അതെ, പത്രങ്ങളിൽ തലക്കെട്ടുകൾ കാണുമ്പോൾ തന്നെ കണ്ണടച്ചു വിശ്വസിക്കാൻ പാടുണ്ടോ? സ്രോതസ്സുകൾ ഇതിന്റെ ഇരുണ്ട വശങ്ങളെക്കുറിച്ചും, അതായത് ദ ഡാർക്ക് സൈഡിനെക്കുറിച്ചും കൃത്യമായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ചില കമ്പനികൾ ഇതിനെ ദുരുപയോഗം ചെയ്യാറുണ്ട്. ഒന്നാമതായി, കമ്പനിയുടെ വളർച്ച മുരടിക്കുമ്പോൾ കാണിക്കുന്ന ഒരു തന്ത്രമാണിത്. ഹൈഡിംഗ് പുവർ ഗ്രോത്ത്, പുതിയ ബിസിനസ് ഇല്ലാത്ത അവസ്ഥ. അതെ, പുതിയ പ്രോജക്റ്റുകളോ വിൽപ്പനയോ ഇല്ലാതെ വരുമ്പോൾ സ്വാഭാവികമായും ഷെയർ വില ഇടിയും. ഇത് തടയാനും നിക്ഷേപകരുടെ ഇടയിൽ കൃത്രിമമായ ഒരു ആവേശമുണ്ടാക്കാനും അവർ ബൈബാക്ക് പ്രഖ്യാപിക്കും. യഥാർത്ഥ വളർച്ചയില്ലെങ്കിലും ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ EPS മാത്രം കൂട്ടിക്കാണിച്ച് കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണിത്. അത് വളരെ അപകടകരമാണല്ലോ. വെറും കണക്കുകളിലെ മായാജാലം വെച്ച് യഥാർത്ഥ പ്രശ്നങ്ങളെ മറച്ചുവെക്കുകയാണ്. അതെ. ഇനി രണ്ടാമതായി ഇതിലും അപകടകരമായ മറ്റൊന്നുണ്ട്. അതാണ് കടമെടുത്തുള്ള ബൈബാക്ക്. നമ്മൾ ആദ്യം പറഞ്ഞത് സ്വന്തമായി അധികമുള്ള പണം ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നതെന്നാണ്. എന്നാൽ ചിലർ ബാങ്കുകളിൽ നിന്ന് വലിയ തുക ലോൺ എടുത്ത് സ്വന്തം ഷെയറുകൾ വാങ്ങും. അയ്യോ, ബിസിനസ് വികസിപ്പിക്കാനല്ല, ഷെയർ വില കൂട്ടാൻ മാത്രം കടമെടുക്കുന്നത്. കമ്പനി വലിയ കടക്കെണിയിലാക്കില്ലേ? തീർച്ചയായും. ഭാവിയിൽ പലിശ അടക്കാൻ പോലും വരുമാനമില്ലാതെ കമ്പനി തകർന്നുപോകാം. അതിനാൽ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നോക്കി അവർ സ്വന്തം ലാഭത്തിൽ നിന്നാണോ, അതായത് ഫ്രീ ക്യാഷ് ഫ്ലോയിൽ നിന്നാണോ ഇത് ചെയ്യുന്നത് എന്നുറപ്പുവരുത്തണം. ബിസിനസ് നടത്തിക്കിട്ടുന്ന യഥാർത്ഥ പണമാണല്ലോ ഫ്രീ ക്യാഷ് ഫ്ലോ. അപ്പോൾ അതിൽ നിന്നല്ല ബൈബാക്ക് നടത്തുന്നതെങ്കിൽ അതൊരു വലിയ റെഡ് ഫ്ലാഗ് ആണ്. എല്ലാം തിളങ്ങുന്നതും പൊന്നല്ല എന്ന് പറയുന്നത് പോലെ നിക്ഷേപകർ സ്വന്തമായി കുറച്ചു കാര്യങ്ങൾ കൂടി പരിശോധിക്കണം. അതെ, തീർച്ചയായും. നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. പ്രധാന വിവരങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു എന്ന് തോന്നുന്നു. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ബൈബാക്ക് എന്നത് വളരെ മികച്ചൊരു സാമ്പത്തിക തന്ത്രമാണ്. അടിസ്ഥാനപരമായി വളരെ നല്ല നിലയിലുള്ള കമ്പനികൾ സ്വന്തം ഫ്രീ ക്യാഷ് ഫ്ലോയിൽ നിന്നും ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിത്തരുമെന്ന് തീർച്ചയാണ്. ഇത് കമ്പനിക്ക് സ്വന്തം ബിസിനസ്സിലുള്ള വിശ്വാസത്തിന്റെ തെളിവുകൂടിയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് സ്വന്തമായി ഒന്ന് ചിന്തിക്കാൻ സ്രോതസ്സുകളിൽ നേരിട്ട് പറയാത്ത, എന്നാൽ ഇതിനോട് ചേർന്ന് നിൽക്കുന്നൊരു കാര്യം ഞാൻ പങ്കുവയ്ക്കാം. എന്താണത്? ഷെയറുകളുടെ എണ്ണം കുറയുന്നത് EPS വർദ്ധിപ്പിക്കുമെന്നും അതുവഴി വില കൂടുമെന്നും നമ്മൾ കണ്ടല്ലോ. എന്നാൽ ഒരു കമ്പനി പുതിയ ഉൽപ്പന്നങ്ങൾ കണ്ടെത്തുന്നതിനോ റിസർച്ച് നടത്തുന്നതിനോ ഒന്നും പണം മുടക്കാതെ തുടർച്ചയായി എല്ലാ വർഷവും ഷെയറുകൾ ബൈബാക്ക് മാത്രം നടത്തിക്കൊണ്ടിരുന്നാൽ എന്തായിരിക്കും അവസ്ഥ? അതൊരു നല്ല ചോദ്യമാണ്. ഭാവിയിലേക്ക് പുതിയ ബിസിനസ് ആശയങ്ങളോ നൂതനമായ പ്രൊജക്റ്റുകളോ ഒന്നും തന്നെ അവരുടെ പക്കൽ ബാക്കിയില്ല എന്നതിന്റെ വലിയൊരു മുന്നറിയിപ്പ് കൂടിയാണോ ആ തുടർച്ചയായ ബൈബാക്കുകൾ? യഥാർത്ഥ ബിസിനസ് വളർച്ചയ്ക്ക് പകരം ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് മാത്രമാണോ അവിടെ നടക്കുന്നത്? ഒരു കമ്പനിയുടെ ദീർഘകാല ഭാവിയെക്കുറിച്ച് ഇതൊരു വലിയ സംശയം ജനിപ്പിക്കുന്നില്ലേ? ഭാവിയിൽ ഒരു കമ്പനിയുടെ ബൈബാക്ക് വാർത്ത കേൾക്കുമ്പോൾ ഈയൊരു കോണിലൂടെ കൂടി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അതൊരു വളരെ മികച്ച ചിന്തയാണ്. ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മൾ തയ്യാറാകണം. വെറുമൊരു വാർത്ത കണ്ട് ആവേശം കൊള്ളാതെ അതിന്റെ ഉള്ളറകളിലേക്ക് നോക്കാൻ സാധിക്കണം. അപ്പോൾ അടുത്ത തവണ ഒരു വമ്പൻ ബൈബാക്ക് വാർത്ത കേൾക്കുമ്പോൾ കണ്ണടച്ച് ആഘോഷിക്കുന്നതിന് പകരം അതിന്റെ യഥാർത്ഥ കാരണങ്ങൾ എന്താണെന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കുക. ഈ വിശദമായ ചർച്ച നിങ്ങൾക്ക് പുതിയൊരു കാഴ്ചപ്പാട് നൽകിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് വളരെ നന്ദി. വീണ്ടും കാണാം. നമസ്കാരം.